മഹാശിവരാത്രിയുടെ പുണ്യം തേടി സംസ്ഥാനത്തെ ശിവക്ഷേത്രങ്ങളിൽ ഭക്തജന പ്രവാഹം. പുലർച്ചെ മുതൽ തന്നെ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ശിവസ്തുതികളും കൊണ്ട് ഭക്തിനിർഭരമായ അന്തരീക്ഷമൊരുങ്ങി. ആലുവ, മണപ്പുറം ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ പിതൃതർപ്പണ ചടങ്ങുകൾക്കായി ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിയത്. തിരുവനന്തപുരത്തെ വലിയശാല, കാന്തല്ലൂർ, ശ്രീകണ്ഠേശ്വരം തുടങ്ങിയ നിരവധി ക്ഷേത്രങ്ങളും ശിവമന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമായി. മഹാശിവരാത്രിയിൽ പിതൃതർപ്പണ പുണ്യം തേടിയെത്തിയ ഭക്തർ പുലർച്ചെ മുതൽ തന്നെ പെരിയാറിന്റെ തീരത്ത് തർപ്പണം ആരംഭിച്ചിരുന്നു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ശിവമന്ത്രം മുഖരിതമായിരുന്നു ആലുവ മണപ്പുറവും ആലുവ മഹാദേവ ക്ഷേത്രവും. 110 ബലിത്തറകളായിരുന്നു ഇത്തവണ മണപ്പുറത്ത് തയ്യാറായത്. ഇന്ന് രാത്രിയിലെ ശിവരാത്രി വിളക്കിന് ശേഷവും ആയിരങ്ങൾ ബലിതർപ്പണം നടത്തും. ശിവരാത്രി പൂജ എന്നുള്ള രീതിയിൽ നടക്കുന്ന രാത്രിയാണ്. സ്വതേ അന്നത്തെ പ്രാധാന്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 5 വിളക്കിൽ, ഇവിടെ 5 വിളക്കാണ് പറയുക. മകരമാസം തൊട്ട് മേടമാസം വരെയുള്ള 3 മാസങ്ങളിൽ 5 വിളക്കാണ്. ഈ 5 വിളക്കിൽ രണ്ടാമത്തെ വിളക്കാണ് ഇന്ന് ശിവരാത്രി വിളക്ക്. ഈ ശിവരാത്രി വിളക്കാണ് പിന്നത്തെ പ്രാധാന്യമായിട്ട് പറയുക. ശിവരാത്രി വിളക്ക് കഴിഞ്ഞ് സ്വതേ പിറ്റേ ദിവസം ബലിയിടൽ തുടങ്ങുന്നതാണ്. അമ്പലം അടച്ചു തുറന്നു കഴിഞ്ഞാൽ ബലിയിടൽ തുടങ്ങും. അത് ഭക്തജനങ്ങൾ നേരത്തെ തുടങ്ങുന്നു മാത്രമേ ഉള്ളൂ. പാലക്കാട് ജില്ലയിലും ശിവക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്കായിരുന്നു. കൽപ്പാത്തി വിശാലക്ഷ്മി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രം, അട്ടപ്പാടി മല്ലീശ്വര ക്ഷേത്രം എന്നിവയാണ് പ്രധാന ശിവക്ഷേത്രങ്ങൾ. കൽപ്പാത്തി വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ കാശിയിൽ പോയതിന്റെ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. അട്ടപ്പാടി മല്ലീശ്വരമുടിയിൽ മാലയിട്ട് വ്രതമനുഷ്ഠിച്ച വനവാസി ജനങ്ങൾ വൈകിട്ടോടെ മലയിൽ ജ്യോതി തെളിയിക്കും. തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരം, ആഴിമല, തലയൽ, പൊഴിയൂർ, വലിയശാല, കാന്തല്ലൂർ ക്ഷേത്രങ്ങളും ശിവമന്ത്രം മുഖരിതമായിരുന്നു. ശിവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് ജില്ലയിൽ വിവിധ ശിവാലയങ്ങളിൽ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയത്. കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രത്തിൽ രാവിലെ 5 മുതൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. കൂടാതെ കഴിഞ്ഞ തവണത്തെ തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ സൗകര്യങ്ങളാണ് ഇത്തവണ ഒരുക്കിയത്. ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലും പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു. വൈകിട്ട് കലാപരിപാടികളും നടക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം, കൊച്ചി.